ഞാനൊരു ചെറിയ സ്റ്റോറി പറഞ്ഞിട്ടെ. ഒരു ഇഷാൻ അഹമ്മദ് പറഞ്ഞൊരു പാകിസ്ഥാനി ഡോക്ടർ ഉണ്ടായിരുന്നു. വേൾഡ് ഫേമസ് ഡോക്ടേഴ്സിൻ്റെ കോൺഫറൻസിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യേണ്ടി. അങ്ങനെ ആ മനുഷ്യൻ യാത്ര ചെയ്യുമ്പോൾ കാലാവസ്ഥ പ്രതികൂലമായിട്ട് ഫ്ലൈറ്റ് ഏതോ ഒരു എയർപോർട്ടിൽ ലാൻഡ് ചെയ്യേണ്ടി വന്നു. വിമാനത്തിൽ അവിടെയുള്ള ആൾക്കാരോട് സംസാരിച്ചപ്പോൾ കോൺഫറൻസിന് പോകാൻ വേണ്ടിയിട്ട് ടാക്സി ഏർപ്പാടാക്കി കൊടുത്ത്. പക്ഷേ വീണ്ടും കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോൾ കാലാവസ്ഥ നല്ലോണം മോശമായി. മഴയും കാറ്റും കാരണം വണ്ടിക്ക് തീരെ മുന്നിൽ പോകാൻ പറ്റാത്ത അവസ്ഥയായി. ഫോണിലാണെങ്കിൽ റേഞ്ചും ഇല്ല, ആരെയും വിളിക്കാനും പറ്റുന്നില്ല. ആകെ കാണാൻ പറ്റുന്നത് തൊട്ടപ്പുറത്തൊരു ചെറിയ കുടിൽ മാത്രം. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു പ്രായമായിട്ടുള്ള ഉമ്മ നിസ്കരിക്കുന്നുണ്ട്. തൊട്ടപ്പുറത്തൊരു കുട്ടിയും കിടക്കുന്നുണ്ട്. നിസ്കാര ശേഷം ഡോക്ടർ ഉമ്മാൻ്റെ അടുത്തൊരു വെള്ളം ചോദിക്കുന്നുണ്ട്. ഉമ്മ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വെള്ളം കുടിച്ചതിന് ശേഷം ഡോക്ടർ ഉമ്മാൻ്റെ അടുത്ത് ചോദിച്ച്, ഉമ്മ ഇവനെന്താ പറ്റിയെന്ന്. അപ്പോൾ ഉമ്മ പറയുന്നുണ്ട്, ഇതെൻ്റെ പേരക്കുട്ടിയാണ്. കുറേ നാളുകൾക്ക് ശേഷം അവൻ്റെ ഉമ്മയും ഉപ്പയോ ഒരു അപകടത്തിൽ മരിച്ചുപോയി. ഇവൻ്റെ ഒരു മാറാരോഗം പിടിപെട്ടിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള എല്ലാ സമ്പത്തും വിറ്റാണ് ഞാൻ ഇവനെ ചികിത്സിച്ചത്. പക്ഷേ ഒരു മാറ്റവും ഇല്ല. അപ്പം എല്ലാ നാട്ടുകാരും പറയുന്നുണ്ട്, തെക്കൻ പാകിസ്ഥാനിൽ ഏതൊരു വലിയ ഡോക്ടറുണ്ട്, അദ്ദേഹത്തെ കണ്ടാൽ ചിലപ്പോൾ അവൻ്റെ രോഗം മാറുമെന്ന്. പക്ഷെ അദ്ദേഹത്തെ കാണാൻ കുറേ പണം ആവശ്യം വരും, കുറേ കാലം കാത്തിരിക്കേണ്ടി വരും. അതുകൊണ്ട് എനിക്ക് ചികിത്സിക്കാൻ ഒരു വഴിയില്ല എന്ന് ഡോക്ടറെ അടുത്ത് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്നാലും ഞാൻ എന്നും നിസ്കരിക്കുന്നുണ്ട്, പഠിച്ചവനെ എന്തെങ്കിലും എനിക്കൊരു വഴി കാണിച്ചു തരുമെന്ന് എനിക്ക് അത്രയും വിശ്വാസമുണ്ട്. കാരണം ഞാൻ എന്നും നിസ്കരിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എൻ്റെ പഠിച്ചവനോടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, ഏതാണ് ഉമ്മ ഡോക്ടർ എന്ന്. അപ്പോൾ ഉമ്മ പറയുന്നുണ്ട്, ഇഷാൻ അഹമ്മദ് എന്ന്. അത് കേട്ട് അയാൾ അവിടെ ഇരുന്ന് കരഞ്ഞു പോകുന്നുണ്ട്. എന്താ മോനെ കരയുന്നതെന്ന് ഉമ്മ ചോദിക്കുന്നുണ്ട്. അയാളപ്പോൾ മറുപടി പറയണം, ഉമ്മ ഞാനാ നിങ്ങൾ ഇത്രയും കാലം അന്വേഷിച്ച ഇഷാൻ അഹമ്മദ് എന്ന്. എന്നിട്ട് ഡോക്ടർ അപ്പാൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഉമ്മ നിങ്ങളെ പ്രാർത്ഥന കൊണ്ടാണ് ഏതോ നാട്ടിലുണ്ടായിരുന്ന ഇന്നെ ഈ നാട്ടിൽ ഈ കുടിൽ വരെ എത്തിച്ചതെന്ന്.